അയോധ്യയിലെ രാമക്ഷേത്രത്തെ പിന്തുണച്ചുള്ള സാദിഖ് അലി തങ്ങളുടെ പ്രസംഗത്തിൽ സാദിഖ് അലി തങ്ങളെയും ലീഗിനെയും പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബിജെപിയുടെ മുഖപത്രമായ ജന്മഭൂമി. ലീഗ് നിലപാട് ശരിയായതും സ്വാഗതാർഹവുമാണ് എന്നാണ് ജന്മഭൂമിയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന ലീഗ് നിലപാടിൽ പുതുമയുണ്ട്. ലീഗ് നിലപാട് ഗുണപരമായ ചില മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും ജന്മഭൂമിയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു. ഭാരതത്തിന്റെ മുഴുവൻ അഭിമാനമായി അയോധ്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് ഒരേ സമയം സ്വാഗതാർഹവും കൗതുകകരവുമാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ലീഗിലെ അവസാന വാക്കായി കരുതപ്പെടുന്ന അതിന്റെ പരമോന്നത നേതാവ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാമക്ഷേത്രത്തോടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് മാറ്റം വൈകിയുദിച്ച വിവേകമായി കാണുന്നവരുണ്ടാകാം. എന്നാൽ നല്ല കാര്യങ്ങൾ എപ്പോൾ ചെയ്താലും വൈകിയെന്ന് പറയാനാവില്ല. സംസ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. മതവിശ്വാസികളായ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗാണ്. രാഷ്ട്രീയത്തിലും ഭരണത്തിലും അവർ പ്രബല ശക്തിയുമാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ കരുത്ത് പോലും ലീഗാണ്. സമുദായത്തിലും രാഷ്ട്രീയത്തിലുമുള്ള ലീഗിന്റെ ഈ സ്ഥാനം പിടിച്ചെടുക്കാനാണ് മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മറ്റു ചില സംഘടനകൾ നോക്കുന്നത്. ഇക്കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ലീഗിന് ആശങ്കയുള്ളതായും തോന്നിയിട്ടുണ്ട്. ഇവരോട് മത്സരിക്കേണ്ട സ്ഥിതിയുമുണ്ട്. അതൊക്കെ എന്തു തന്നെയായിരുന്നാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഗുണപരമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. രാമക്ഷേത്രം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും തർക്കമന്ദിരം മസ്ജിദായി കരുതുന്നുവെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ് എന്നും അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ തുടക്കം മുതൽ പറയുന്നതാണ്. സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയും ഇതുതന്നെയായിരുന്നല്ലോ. മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി ഈ നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് അത് ശരിയായ നിലപാടാണ്. അന്ധമായ ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്നവരെ ലീഗിന്റെ നിലപാട് വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതാമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ജന്മഭൂമി എഡിറ്റോറിയൽ ഇങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രം ലീഗിനോട് പറയുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ ആശ്ചര്യകരമായ മാറ്റങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ആഘോഷിക്കപ്പെട്ട പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മുൻകാലങ്ങളിൽ പല കാരണങ്ങളാൽ രാമക്ഷേത്രത്തെ അംഗീകരിക്കാതിരുന്ന പലരും അയോധ്യയിലേക്ക് തീർത്ഥാടനം നടത്തുകയാണല്ലോ. രാഷ്ട്രീയത്തിന് അതീതമായി സംഭവിക്കുന്ന മാറ്റമാണിത്. പതിറ്റാണ്ടുകൾ നീണ്ട അയോധ്യ പ്രക്ഷോഭ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ BJP മാത്രമാണ് തുറന്ന മനസ്സോടെ രാമക്ഷേത്രത്തിനു വേണ്ടി വാദിക്കുകയും പ്രക്ഷോഭത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തത്. മറ്റു പല പാർട്ടികളും രാമജന്മഭൂമിയിൽ ക്ഷേത്രം വരുന്നതിനെ എതിർക്കുക മാത്രമല്ല അയോധ്യയിലല്ല രാമൻ ജനിച്ചത് എന്ന് വാദിച്ച് അന്തരീക്ഷം കലുഷിതമാക്കുകയും ചെയ്തു. ഈ സ്ഥിതിക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ മുഴുവൻ അഭിമാനമായി അയോധ്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് ഒരേ സമയം സ്വാഗതാർഹവും കൗതുകകരവുമാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ലീഗിലെ അവസാന വാക്കായി കരുതപ്പെടുന്ന അതിന്റെ പരമോന്നത നേതാവ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അയോധ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്നും കോടതി വിധി അനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നും ലീഗിന്റെ അധ്യക്ഷൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നതിൽ തീർച്ചയായും പുതുമയുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നതായി വ്യക്തിപരമായ സംഭാഷണത്തിൽ ലീഗിന്റെ ചില നേതാക്കൾ മുൻകാലത്ത് അഭിപ്രായപ്പെട്ടിരുന്നുവെങ്കിലും ആ നിലപാട് പരസ്യമായി പറയാൻ അവരാരും തയ്യാറായിരുന്നില്ല. അയോധ്യ പ്രക്ഷോഭത്തെയും രാമക്ഷേത്രത്തെയും രാഷ്ട്രീയമായ കാരണങ്ങളാലും വർഗീയ പ്രീണനത്തിന്റെ ഭാഗമായും എതിർത്ത് പോകുന്നവർക്കൊപ്പം നിൽക്കുകയാണ് ലീഗ് നേതൃത്വം ചെയ്തിട്ടുള്ളത്. അയോധ്യയിൽ വൈദേശികാടിമത്വത്തിന്റെ കളങ്കം പേറി നിലനിന്നിരുന്ന തർക്കമന്ദിരം മസ്ജിദായി ചിത്രീകരിച്ച് അത് മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്കൊപ്പം ഒരു പാർട്ടി എന്ന നിലയിൽ ലീഗുമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലീഗിന്റെ പുതിയ നിലപാടിനെ ഭാവാത്മകമായി കാണേണ്ടത്. രാമക്ഷേത്രത്തോടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് മാറ്റം വൈകിയുദിച്ച വിവേകമായി കാണുന്നവരുണ്ടാകാം. എന്നാൽ നല്ല കാര്യങ്ങൾ എപ്പോൾ ചെയ്താലും വൈകിയെന്ന് പറയാനാവില്ല. സംസ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. മതവിശ്വാസികളായ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗാണ്. രാഷ്ട്രീയത്തിലും ഭരണത്തിലും അവർ പ്രബല ശക്തിയുമാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ കരുത്ത് പോലും ലീഗാണ്. സമുദായത്തിലും രാഷ്ട്രീയത്തിലുമുള്ള ലീഗിന്റെ ഈ സ്ഥാനം പിടിച്ചെടുക്കാനാണ് മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മറ്റു ചില സംഘടനകൾ നോക്കുന്നത്. ഇക്കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ലീഗിന് ആശങ്കയുള്ളതായും തോന്നിയിട്ടുണ്ട്. ഇവരോട് മത്സരിക്കേണ്ട സ്ഥിതിയുമുണ്ട്.
അതൊക്കെ എന്തു തന്നെയായിരുന്നാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഗുണപരമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. രാമക്ഷേത്രം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും തർക്കമന്ദിരം മസ്ജിദായി കരുതുന്നുവെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ് എന്നും അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ തുടക്കം മുതലേ പറയുന്നതാണ്. സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയും ഇതുതന്നെയായിരുന്നല്ലോ. മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി ഈ നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് ഇത് ശരിയായ നിലപാടാണ്. അന്ധമായ ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്നവരെ ലീഗിന്റെ നിലപാട് വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതാം. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടും പോകാത്ത പാർട്ടികളുണ്ട്. പക്ഷേ മന്ത്രി പദവികളും പാർട്ടി പദവികളും വഹിക്കുന്നവർ നേതൃത്വത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുകയുണ്ടായി. അയോധ്യ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും രാമജന്മഭൂമിയിൽ ക്ഷേത്രമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് BJPയുടെ വർഗീയ രാഷ്ട്രീയമാണ് എന്ന് വിമർശിച്ചവർ ഇപ്പോൾ പറയുന്നത് രാമൻ ആരുടെയും സ്വകാര്യ സ്വത്തല്ല എന്നാണ്. രാമൻ തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന് അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആരും തന്നെ പറഞ്ഞിരുന്നില്ല. മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി രാമൻ എല്ലാവരുടേതുമാണ് എന്നും അതുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ പിന്തുണയ്ക്കണമെന്നുമാണ് പറഞ്ഞിരുന്നത്. ഇതിനെ അംഗീകരിക്കാതിരുന്നതാണ് പ്രശ്നപരിഹാരം ഇത്രയും നീണ്ടുപോകാനും കാരണമായത്.